കർണാട്ടിക് മ്യൂസിക് ആണല്ലോ, അപ്പൊ ഹിന്ദുസ്ഥാനിയും അതിന്റെ കൂടെ പഠിക്കുന്നുണ്ട്. കർണാട്ടിക് മ്യൂസിക് ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്രമേ കുറച്ച് നാളെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഈ പാട്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നല് വരുന്നത്. അന്നൊന്നും പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താ, എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യണ്ടേ, ഒന്നിനെ പറ്റി ഒരു ബോധമില്ല. അപ്പൊ ഇതിന് വന്നതിന് ശേഷമാണ്, ഇങ്ങനെ കുറെ മ്യൂസീഷ്യൻസിനെ കണ്ടതിന് ശേഷമാണ് പാട്ട് രണ്ടാമത് പഠിക്കണം എന്നുള്ളൊരു അപ്പൊ രണ്ടാമത് പഠിക്കുമ്പോ ഹിന്ദുസ്ഥാനിയിലോട്ട് പോകാനുള്ളൊരു ഹിന്ദുസ്ഥാനി ഇൻ ദ സെൻസ് കൂടുതലൊരു ഇംപ്രവൈസേഷന് സ്കോപ്പുള്ള ഒരു പിന്നെ അത് മാത്രമല്ല, എന്താ പറയാ, എനിക്ക് കൂടുതലും എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു സിംഗിങ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഹിന്ദുസ്ഥാനിയിൽ ഉള്ള കുറച്ച് എന്താ പറയാ, ആ ഒരു അങ്ങനെയല്ല, കുറച്ചൊരു ഖയാൽ സിംഗിങ് ഒക്കെ ആവുമ്പം നമ്മളുടെ മനസ്സിൽ നിന്ന് പാടാനുള്ള ഒരു സ്കോപ്പ് കൂടുതലാണെന്ന് എനിക്കൊരു തോന്നിയിട്ടാണ് അങ്ങനെ ഒരു ഹിന്ദുസ്ഥാനി. പിന്നെ അതെ അതെ അതെ, ഫയസ് സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. പെരുമഴക്കാലത്തിലൊക്കെ സാരംഗി വായിച്ച സാരംഗി വിദ്വാനാണ് ബേസിക്കലി. പക്ഷെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. വോക്കലാണെങ്കിലും തബലയാണെങ്കിലും സാരംഗി ആണെങ്കിലും എല്ലാം നല്ല പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ്.